മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണൻ്റെയും അനന്തുവിൻ്റെയും മാറി മാറിയുള്ള ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മേഘനാഥനാണ് തന്നെ കൊണ്ട് എല്ലാം ചെയ്യിച്ചത് എന്നുള്ള കാര്യം സാഗർ കണ്ണൻ്റെ മുന്നിൽ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ശേഷം മഹിയുടെ അടുത്തെത്തുന്ന കണ്ണൻ മേഘനാഥനാണ് എല്ലാത്തിൻ്റെയും പുറകിലെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. പക്ഷേ തന്നോട് എന്താണ് അവൻ ഇത്രയ്ക്കും വൈരാഗ്യം തോന്നേണ്ട കാര്യം എന്നെനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല എന്ന് കണ്ണൻ പറയുമ്പോൾ മഹി മേഘനാഥൻ തന്നോട് ചെയ്ത എല്ലാ ക്രൂരതകളും കണ്ണന് മുന്നിൽ തുറന്നു പറയുന്നുണ്ട്. അങ്ങനെ സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്ന കണ്ണൻ ഇനിയും അവനെ വെറുതെ വിടാൻ ഞാൻ തയ്യാറല്ല, നമുക്ക് രണ്ടുപേർക്കും കൂടി അവനോടൊന്ന് നേരിട്ട് ചോദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മേഘനെ വലിച്ചു കീറാനായിട്ട് എത്തുകയാണ് കേട്ടോ കണ്ണനും മഹിയും. അവരെ രണ്ടുപേരെയും ഒരുമിച്ച് കാണുന്നതും എന്തോ ഒരു പന്തികേടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ മേഘന്. തുടർന്ന് സാഗറിനെ കമ്പനിയിലേക്ക് പറഞ്ഞു വിട്ട് അവനെ വെച്ച് മഹിയോട് എല്ലാം ചെയ്തത് നീയാണല്ലേ, മഹിയോട് നീ ചെയ്ത എല്ലാ വൃത്തികേടുകളും ഇയാൾ എന്നോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇയാളെ കല്യാണം കഴിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ നീ മഹിക്ക് മുഖം കൊടുക്കാതെ മുങ്ങി നടന്നത് എന്നെല്ലാം ചോദിച്ചുകൊണ്ട് മേഘനെ വലിച്ചു കീറുന്നുണ്ട് കേട്ടോ കണ്ണൻ. അങ്ങനെ മേഘനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കണ്ണൻ തുറന്നു പറയുന്നത് കേട്ട് വാമനും സീമന്തിനെയും ഞെട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ കണ്ണൻ്റെ മുന്നിൽ പൂർണ്ണമായിട്ടും പെട്ടു എന്ന് മനസ്സിലാക്കുന്ന മേഘൻ്റെ തനി സ്വഭാവം പുറത്തു വരുന്നുണ്ട്. നീ എന്നെ പൂർണ്ണമായിട്ടും തകർക്കാനാണ് നിൻ്റെ ഉദ്ദേശം അല്ലേ, ഇതിന് നീ അനുഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മഹിക്ക് മുന്നിൽ ഭീഷണി മുഴക്കുന്നുണ്ട് കേട്ടോ മേഘൻ. ഇത് കേൾക്കുന്ന കണ്ണനാണെങ്കിൽ എന്താടാ ഒരു ഭീഷണി പോലെ, മഞ്ജുവുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് നീ പിന്മാറണമെന്ന് മഹി പറഞ്ഞപ്പോൾ നീ വിവാഹം നീട്ടിവെക്കണമെന്ന് അമ്മാവനോടും അമ്മയോടൊക്കെ പറഞ്ഞു എന്നും കണ്ണൻ തുറന്നടിക്കുമ്പോൾ അത് കേട്ട് വീണ്ടും ഞെട്ടുന്നുണ്ട് കേട്ടോ വാമനും സീമന്തിനെയും. അപ്പോൾ അതോടുകൂടി മേഘന എന്തിനാണ് വിവാഹം നീട്ടിവെക്കുന്നത് എന്ന് പറഞ്ഞെന്നുള്ള കാര്യവും അവർക്ക് മനസ്സിലാവുന്നുണ്ട്. തുടർന്ന് കണ്ണൻ പറയുന്നുണ്ട്, നിനക്ക് പല ചുറ്റിക്കടികളും ഉണ്ടെന്നറിഞ്ഞിട്ടും ഞാൻ എൻ്റെ പെങ്ങളെ നിനക്ക് തരാം എന്ന് കരുതിയത് കല്യാണത്തോടെയെങ്കിലും നീ നേർവഴിക്ക് വരും എന്ന് കരുതിയിട്ട് മാത്രമാണ്. പക്ഷേ മഹിയോട് ഇത്തരം ഒരു വൃത്തികേട് ചെയ്ത നിനക്ക് ഇനി ഞാൻ എൻ്റെ പെങ്ങളെ കെട്ടിച്ചു തരാൻ ഒരുക്കമല്ല എന്ന് തുറന്നടിക്കുകയാണ് കേട്ടോ കണ്ണൻ ചെയ്യുന്നത്. തുടർന്ന് മേഘനെ ജുവല്ലറിയിലെ മേൽനോട്ടത്തിൽ നിന്നും മാറ്റി നിർത്തി മറ്റൊരു തിരിച്ചടി കൂടി കണ്ണൻ കൊടുക്കുന്നുണ്ട്. ശേഷം കമലേശ്വരത്ത് തിരിച്ചെത്തുന്ന കണ്ണൻ മേഘനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മുഴുവൻ തെളിവ് സഹിതം ദുർഗയോടും മഞ്ജുവിനോടും ഉണ്ണിയോടൊക്കെ പറയുന്നുണ്ട്. അവൻ ഒരിക്കലും മഞ്ജുവിന് യോജിച്ച ഒരു ഭർത്താവായിരിക്കില്ല, അതുകൊണ്ട് അവൻ ഈ വീടിൻ്റെ മരുമകനാകണോ വേണ്ടയോ എന്ന് എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരും എന്ന് കണ്ണൻ പറയുന്നത് കേട്ട് ഞെട്ടുകയാണ് കേട്ടോ മഞ്ജുവും ദുർഗയും ഉണ്ണിയും ഒക്കെ. ശേഷം കരുണ പറയുന്നുണ്ട്, ഇതൊക്കെ അയാളുടെ അടവാണ്, അവൾ തന്നെയായിരിക്കും അയാളെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കുന്നത്. എന്തായാലും നമ്മൾ എല്ലാവരും ചേർന്ന് എന്തെങ്കിലും ഒരു തന്ത്രം പ്രയോഗിച്ച് അയാളെയും അവളെയും തമ്മിൽ വേർപെടുത്തിയില്ലെങ്കിൽ ഇതിലും വലിയ പൊട്ടിത്തെറി തന്നെ ഈ വീട്ടിൽ ഉണ്ടാകുമെന്നെല്ലാം കരുണ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് വാമൻ പ്രതാപനെ കാണാനായിട്ട് ആണ്. തുടർന്ന് മേഘൻ്റെ വിവാഹം മുടങ്ങിയ കാര്യങ്ങളും മേഘനെ ജ്വല്ലറിയിലെ ജോലിയിൽ നിന്നും കണ്ണൻ മാറ്റി നിർത്തിയ കാര്യങ്ങളെല്ലാം വാമൻ പറയുന്നുണ്ട് പ്രതാപനോടായിട്ട്. അവൻ ഈ വിവാഹം ഒരിക്കലും നടത്തില്ല എന്നുള്ള വാശിയിലാണ്. കണ്ണൻ മഹാലക്ഷ്മി രണ്ടിൽ ഒരാളെ ഇല്ലാതാക്കാതെ നമുക്കും നമ്മുടെ മക്കൾക്കും ജീവിക്കാൻ പറ്റില്ലടോ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തണമെന്നെല്ലാം വാമൻ പറയുമ്പോൾ വാമേട്ടൻ സമാധാനമായിട്ടിരിക്കുക, ഇത് വാമേട്ടൻ്റെ മാത്രമല്ല എൻ്റെ കുഞ്ഞിൻ്റെ ഭാവിയെ കൂടി ബാധിക്കുന്ന പ്രശ്നമാണ്. ലക്ഷ്മിയെ ഞാൻ തന്നെയാണല്ലോ കണ്ണൻ്റെ ഭാര്യയായിട്ട് അവൻ്റെ വീൽ ചെയർ തള്ളാനായിട്ട് അങ്ങോട്ട് പറഞ്ഞു വിട്ടത്, അതുകൊണ്ട് കണ്ണൻ ലക്ഷ്മി രണ്ടിലൊരാളെ തീർത്തു തരുന്ന കാര്യം ഞാൻ ഏറ്റു. ഇനി എനിക്ക് ഒന്നും നോക്കാനില്ല, എൻ്റെ കുഞ്ഞുങ്ങളുടെ സന്തോഷമാണ് എനിക്ക് വലുത്. അതിൻ്റെ ഭാഗമായിട്ട് വാമേട്ടൻ കേൾക്കാൻ കൊതിച്ച വാർത്ത എത്രയും പെട്ടെന്ന് തന്നെ കാതിലെത്തുമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനും മഹാലക്ഷ്മിക്കെതിരെ എന്തോ ഒരു ചതി പ്രതാപൻ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഏതായാലും പ്രതാപൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ആ ചതി എന്ത് തന്നെയായാലും അത് എല്ലാ തവണത്തെയും പോലെ പൊളിഞ്ഞു പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനായിട്ടുള്ള എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്